Hey folks, welcome to another episode of Turbo Drive Auto Show on Media One. Today we have the Royal Enfield Himalayan 452. റോയൽ എൻഫീൽഡ് ഹിമാലയൻ ഇറങ്ങിയിട്ട് കുറച്ചായെങ്കിലും ഏകദേശം ഒരു മാസത്തോളം 2500 കിലോമീറ്റർ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് കംപ്ലീറ്റ്ലി പുതിയൊരു വാഹനമാണ്. പ്രീവിയസ് ഹിമാലയനോട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ ഒരു ഡിസൈൻ, പുതിയ എഞ്ചിൻ, 452cc എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റയർലി പുതിയതായിട്ടുള്ള ഒരു വാഹനമാണ്. ആൻഡ് ഫൈനലി നൗ ഇറ്റ് മേക്സ് സെൻസ്. ഫൈനലി ഇതൊരു എൻ്റയർലി പുതിയൊരു വാഹനമാണ്. വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഓടിക്കുമ്പോൾ ചിലപ്പോൾ റോയൽ എൻഫീൽഡ് തന്നെയാണോ ഈ വാഹനം ഉണ്ടാക്കിയത് എന്ന് തോന്നുന്ന രീതിയിലായിട്ടുള്ള എല്ലാ എലമെൻസും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊരു അഡ്വഞ്ചർ ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയാൻ കാര്യം ഏകദേശം ഒരു 2500 കിലോമീറ്റർ ഉപയോഗിച്ചതിന് ശേഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. കംപ്ലീറ്റ്ലി എനിക്ക് ഈ ഒരു വാഹനം ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്നാലും റോയൽ എൻഫീൽഡ് ആയതുകൊണ്ട് എത്ര മികച്ചത് ഉണ്ടാക്കിയാലും എവിടെയെങ്കിലും ചെറിയൊരു കുറച്ച് ന്യൂനതകൾ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വാഹനം ഇത്രയും ദിവസം ഓടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ഈ ഹെഡ് ലാമ്പാണ്. കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുക്കായിരുന്നു. രാത്രി യാത്രകളിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് തരാത്ത രീതിയിലായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രീറ്റ് ലാമ്പിൻ്റെ ഒരു യൂസൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചില സമയത്ത് നമുക്ക് വാഹനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്രയധികം ഒരു കോൺഫിഡൻസ് തരാത്ത രീതിയിലായിട്ടുള്ള ഒരു ഹെഡ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇൻഡിക്കേറ്റേഴ്സ് LED കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇൻഡിക്കേറ്റേഴ്സും ഇതെല്ലാം ഒരു LED പാനലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ത്രോ കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. സസ്പെൻഷൻ നല്ല ഒരു മികച്ച രീതിയിലായിട്ടുള്ളൊരു സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്രീവിയസ് വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല റൈഡ് ആൻഡ് ഹാൻഡിലിംഗ് കംഫർട്ട് തരുന്ന രീതിയിലുള്ള സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് റോയൽ എൻഫീൽഡ് പറയുന്നത് ഈ ഒരു വാഹനം ട്യൂബ്ലെസ് ടയറുമായിട്ട് വരുമെന്നാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ ട്യൂബ്ലെസ് ടയർ നമുക്ക് ലഭ്യമല്ല. അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും നടക്കുകയാണ്. മേ ബി ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ നമുക്കതൊരു ആ ഒരു ട്യൂബ്ലെസ് ടയറിൻ്റെ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ലഭ്യമാകും. വേറൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം റോയൽ എൻഫീൽഡ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്, നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ പഞ്ചർ ആയാലുള്ള അലൻകി വരുന്നത്, ടയർ റിമൂവ് ചെയ്യാനായിട്ടുള്ളത്. അതിൻ്റെ ഒരു യൂണിറ്റ് സീറ്റിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോർമലി അങ്ങനെ മറ്റ് മാനുഫാക്ചേഴ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. ആൻഡ് താങ്ക്സ് ടു റോയൽ എൻഫീൽഡ്. ആക്ച്വലി ഈ ഒരു വാഹനം, അതായത് ഈ ഒരു പർട്ടിക്കുലർ കളറിൻ്റെ പേര് സോൾട്ട് എന്നാണ്. ആക്ച്വലി ഇത് റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചതാണ്. മറ്റ് കളേഴ്സിൽ നിന്നും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറാണ്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക്കലി ഒരു വണ്ടി കൊണ്ട് പോകുമ്പോൾ നല്ലൊരു അട്രാക്ഷനും ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള കളർ ആയതുകൊണ്ട് ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു വാഹനം. പുതിയൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് ഈ ഹെഡ് ലാമ്പിനെ കവർ ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്, ഒരു ബാറ് കൊടുത്തിട്ടുണ്ട്. സോ ഇതും ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് ഭംഗി ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഡിസൈൻ ഓഫ് ദി ടാങ്ക് നമ്മൾ പ്രീവിയസ് ഹിമാലയയിൽ നിന്നും വളരെ എൻ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. സോ അതും ആ ഒരു കളർ പാറ്റേൺ ഭയങ്കരമായിട്ട് മാച്ച് ആവുന്നുണ്ട്. എസ്പെഷ്യലി ദീസ് കളർ ഇൻസെറ്റ്, ഈ ഒരു കളർ ഇൻസെറ്റ്, ഈ ഒരു സോൾട്ട് എന്നാണ് ഈ കളറിൻ്റെ പേര്. ആൻഡ് ഈ ഒരു സ്പെഷ്യൽ കളറും ഇതും നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. അത് വീലിൽ ഉൾപ്പെടെ എല്ലായിടത്തും ആ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എസ്പെഷ്യലി സീറ്റ് ഈ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്കിൻ്റെയും ഒരു ബേജിൻ്റെയും ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വളരെ നന്നായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന, നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന 2 സീറ്റാണ് കൊടുത്തിരിക്കുന്നത്, റൈഡറിൻ്റെയും പില്ലിൻ്റെയും. ബാക്കിൽ നമുക്കൊരു ലോഡിംഗ് ബേ കൊടുത്തിട്ടുണ്ട്. അതും സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്ന കാര്യമാണ്. കൂടാതെ നമുക്കിവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡിൽ ഒന്നും ഈവൻ ഈ ഒരു വാഹനം ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലേക്ക് അത് പുള്ളി ചെയ്യാനായിട്ട് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് റൈഡ് ആൻഡ് ഹാൻഡിലിംഗ് മച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമായിട്ട് ഹിമാലയൻ മാറിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ വൈബ്രേഷൻ ഉണ്ട് ഈ ഒരു വാഹനത്തിന്. എന്നാൽ പഴയ ഹിമാലയനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വൈബ്രേഷൻ ഇല്ല വാഹനത്തിന്. എന്നാൽ വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ ഹാൻഡിലിൽ നമുക്ക് അറിയാനുണ്ട്. അതുപോലെ തന്നെ ഫുഡ് പേക്കിലും അറിയാനായിട്ടുണ്ട്. ഫുഡ് പേക്കിൽ കുറച്ചധികം നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഹാർഡ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈവൻ ദോ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഈ ഒരു വാഹനത്തിൽ അറിയാനുണ്ട്. ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഉണ്ട്. ലോവർ ഗിയറിൽ ട്രാഫിക്കിലൊക്കെ സിറ്റി റൈഡിൽ ലോവർ ഗിയറിൽ പോവുകയാണെങ്കിൽ കാലിലേക്ക് ഹീറ്റ് അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം ഓടിക്കുന്ന ഒരു 90% ആൾക്കാരും റൈഡിങ് ഗിയേഴ്സോ അല്ലെങ്കിൽ ബൂട്ട് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് അത്രയധികം ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. ബെയർ ഫുട്ടായിട്ട് ഞാൻ ഓടിച്ചു ഹീറ്റിംഗ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ എന്തായാലും ഈ ഒരു വാഹനത്തിനും ഹീറ്റിംഗ് ഉണ്ട്. ആൻഡ് പുതിയൊരു
ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പഴയ ഹിമാലയനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ഇതൊരു നല്ല ബിഗ് ബൾക്കി ആയിട്ടുള്ള വാഹനമാണ്. അതിന് അത്രയും ആ ഒരു രീതിയിലായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് കൺസോൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇത് അത്ര മോശമല്ല, ഫുള്ളി ഡിജിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഫോണൊക്കെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. മാപ്പ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് വിസിബിൾ ആകും. പക്ഷേ മാപ്പ് കണക്ട് ചെയ്യണമെങ്കിൽ ഫോൺ സ്ക്രീൻ ഓൺ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഫോൺ അത്രയധികം ഹീറ്റ് ആവും. സോ ഫോണിൻ്റെ ബാറ്ററി ഡ്രെയിൻ ആവും. സോ എനിക്ക് തോന്നുന്നില്ല അത് അത്ര ഒരു സെൻസിബിളായ ഒരു ഡിസിഷൻ ആയിരിക്കുമെന്ന്. ഇൻബിൽട്ടായിട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നി. ഹാൻഡിലിൽ മോഡ് മാറ്റാനുള്ള സ്വിച്ചും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് മീറ്റർ കൺസോൾ ആക്സസ് ചെയ്യാനായിട്ട്. ചില സമയത്ത് അത് വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ അതെന്തായാലും ആവശ്യമായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. 40 HP പവറും 40 എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ക്രൂയിസ് ചെയ്യാനായിട്ടും ലോ റേഞ്ചും മിഡ് റേഞ്ചും നല്ല ഒരു ടോർക്കിൽ കിട്ടുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് 2 മോഡുകൾ വരുന്നുണ്ട്, പെർഫോമൻസ് ആൻഡ് ഇക്കോ. ഈ 2 മോഡുകളിലും ABS ഓണും ഓഫും ആക്കാനുള്ള പ്രൊവിഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹാൻഡിൽ ബാറിൽ നമുക്കൊരു ടൈപ്പ് സിയുടെ ചാർജിങ് പോർട്ടും ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ സീറ്റ് നമുക്ക് ഹൈറ്റ് കുറയ്ക്കാനും, കുറച്ച് ഹൈറ്റ് കൂടിയ ആൾക്കാരാണെങ്കിൽ സീറ്റിൻ്റെ ഹൈറ്റ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലോവർ ഗിയർ ഷിഫ്റ്റിംഗ് കുറച്ച് കൂടുതലായിട്ട് വരുന്നതായിട്ട് തോന്നി. അതും ഈ ഒരു ലോ ട്രാഫിക്കിൽ പോകുമ്പോഴാണ് അങ്ങനെ ഫീൽ ചെയ്തത്. നമ്മളെ ഒരു തേർഡ് സെക്കൻഡിൽ മൾട്ടിപ്പിളായിട്ട് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് കൂടെ എനിക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്തപ്പോൾ ഉണ്ടായി. ആൻഡ് സൈലൻസർ കുറച്ച് സൈസ് കുറച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ബോഡിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇൻ കേസ് മറിഞ്ഞു വീണാലാണെങ്കിൽ പോലും വലിയൊരു ഡാമേജ് പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്താണെങ്കിലും സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റോപ്പ് ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 2 ഇൻഡിക്കേറ്റർ ആ ഒരു യൂണിറ്റിൽ സ്റ്റോപ്പ് ലാമ്പ് വിത്ത് ഇൻഡിക്കേറ്ററാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ നല്ല ഭംഗി തരുന്ന രീതിയിലായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് ഹിമാലയൻ്റെ വില ആരംഭിക്കുന്നത് 3.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയാണ്. ഓൺ റോഡ് വിലയാണ് ഈ പറയുന്നത്. സോ ആ പ്രൈസിന് നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷേ എന്നാലും ആ ഒരു പ്രൈസ് ഡിഫൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കുറച്ച് നീളമുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ അങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. ആൻഡ് സ്റ്റിൽ ദെയർ ആർ വൈബ്രേഷൻ ആൻഡ് ഹീറ്റിംഗ് ഇഷ്യൂസ്. സോ ഇതെല്ലാം നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ഹിമാലയൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹിമാലയൻ ഓണേഴ്സ് എല്ലാം അതുമായിട്ട് യൂസ് ടു ആയിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളതുമായിട്ട് യൂസ് ടു ആവും. ആൻഡ് നിങ്ങളൊരു മൺഡേ ടു ഫ്രൈഡേ ഓഫീസ് ജോലി ചെയ്യുന്ന ആളാണ്, എന്നാൽ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഹൈവേ ടൂറിങ്, ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ്, അതുപോലെ തന്നെ ഒക്കേഷണലി ഓഫ് റോഡ് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ആൻഡ് റോയൽ എൻഫീൽഡിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു വാഹനമാണ്. കാര്യം അത്രയധികം റിഫൈൻഡ് ആയിട്ടുള്ള സസ്പെൻഷൻ, റൈഡ് ആൻഡ് ഹാൻഡിലിംഗ് എല്ലാം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലായിട്ടുള്ള ഒരു വാഹനമായിട്ട് ഹിമാലയൻ മാറിയിരിക്കുകയാണ്. ഹെഡ്ലാമ്പ് മാത്രമാണ് നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഈ വൈസർ കുറച്ചുകൂടെ റേസ് ചെയ്യാനായിട്ട് സാധിക്കും, ഹാൻഡിൽ ബാർ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതൊക്കെ ആ ഒരു റൈഡറിൻ്റെ പൊസിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ആക്ച്വലി മച്ച് ഇമ്പ്രൂവ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമായിട്ട് മാറിയിരിക്കുകയാണ് എഗെയിൻ റോയൽ എൻഫീൽഡ്. ആൻഡ് ആക്ച്വലി കുറച്ച് നാളത്തെ യൂസിന് ശേഷം എനിക്കൊരു വാഹനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് മേ ബി ചിലപ്പോൾ ഞാനൊരു വാഹനം കൺസിഡർ ചെയ്തേക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.